നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫോൺ എടുക്കുന്നു. അങ്ങനെ നമ്മൾ ഫോൺ എടുത്തു നോക്കുന്നു, നമ്മൾ ഇൻസ്റ്റഗ്രാമത്തിൽ കയറുന്നു, ഗൂഗിളിൽ കയറുന്നു, യൂട്യൂബിൽ കയറുന്നു, വാട്സപ്പിൽ കയറുന്നു, ഷോർട്സുകൾ കാണുന്നു, 1-2 മണിക്കൂറുകൾ കഴിയുന്നു. നമ്മൾ തിരിച്ചറിയാണ് ഒരുപാട് സമയമായി നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നതെന്ന്. എന്തിനായിരുന്നു നമ്മൾ ഫോൺ എടുത്ത് എന്നുള്ള കാര്യം പോലും നമ്മൾ അപ്പോഴത്തേക്ക് മറന്നു. ഒരുപാട് പേര് നേരിടുന്നൊരു പ്രശ്നമാണിത്. ഇന്ന് ഒരു 90% ആളുകൾക്കും ഈ പറഞ്ഞ ബ്രെയിൻ ഫോഗും അല്ലെങ്കിൽ നമ്മൾ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന കാര്യമൊക്കെ ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ പുതുതായി കേൾക്കുന്ന വേർഡ്സാണ് ഇതൊക്കെ. അതായത് നമ്മളെ ഡെയിലി ലൈഫിൽ പോലും നമ്മളെ ഈ പറയുന്ന ഫോൺ യൂസേജ് നമ്മളെ എഫക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അതായത് നമ്മൾ മറവി കൂടുതലാണ്, നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറവാണ്, കുറച്ചും കൂടെ പെട്ടെന്ന് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവാറുണ്ട്. പക്ഷേ ഷോർട്സൊക്കെ വന്നതിന് ശേഷം നമുക്ക് ആകെ 1 മിനിറ്റുള്ള ഷോർട്സാണ്, ആ 1 മിനിറ്റ് പോലും നമുക്ക് കാണാൻ പറ്റാറില്ല. അപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത ഷോർട്സിലോട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പം ഒരു സമയത്ത് എനിക്ക് ഫോൺ അഡിക്ഷൻ ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഇൻസ്റ്റഗ്രാം ഒന്നും ഇങ്ങനത്തെ അതായത് വാട്സപ്പ്, ടെലഗ്രാം അല്ലാത്ത വേറെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. പക്ഷേ എന്നിട്ടും ഫോൺ അഡിക്ഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം അതന്നെ എൻ്റെ ഒരു ഡെയിലി ആക്ടിവിറ്റീസിനെ പോലും എഫക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ ഒരു ഫോൺ അഡിക്ഷൻ മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ഫോൺ അഡിക്ഷൻ്റെ വീഡിയോസ് കാണുന്നൊക്കെ സമയത്ത് അതിൻ്റെ താഴെ ഒരുപാട് പേര് ഇതേ സെയിം പ്രശ്നങ്ങൾ പറയാറുണ്ട്, ഈ ഒരു അറ്റൻഷൻ സ്പാന് കുറയുന്നതും കാര്യങ്ങളൊക്കെ. അപ്പം പഠിക്കുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പം നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്നവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഫോണ് ഒഴിവാക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമില്ല. പലപ്പോഴും നമ്മൾ ക്ലാസ് കാണുന്നതും എല്ലാം ഈ ഫോണിലാണ്. അപ്പം ഇതിനെ എടുത്ത് ഒഴിവാക്കുക എന്നുള്ളത് ഒരു പരിഹാരമല്ല. എന്നാൽ ഇതിനോടൊപ്പം എങ്ങനെ ഈ പ്രശ്നങ്ങൾ ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഫോണ് നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ എങ്ങനെയാണ് ഈ ഫോൺ യൂസേജ് കൂടുതലായെന്ന് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സമയത്ത് ഞാൻ കുറച്ച് ഫ്രീ ആയൊരു സമയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ഫിസിക്കലി വയ്യാത്തൊരു സമയം ഉണ്ടായിരുന്നു. ഫിസിക്കലി വയ്യാതാകുമ്പോൾ നമുക്ക് മെൻ്റലി ഓക്കെ ആവില്ല. അപ്പം നമുക്ക് പഠിക്കാനും അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഫോണ് ഉപയോഗിക്കുന്നത് കുറച്ചധികം കൂടി. കുറേ പണികൾ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് പല കാര്യങ്ങളും മറന്നു പോകുന്നു. അതുപോലെ തന്നെ നമുക്ക് ചെയ്യേണ്ട എന്തെങ്കിലും വായിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ സമയത്തൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒന്ന് പ്ലേ ചെയ്തിട്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥയെ. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ കാണുന്നത് ഇതിനെ പറ്റിയിട്ട്. അപ്പോഴാണ് നമ്മുടെ സ്ക്രീൻ ടൈം നമുക്ക് ഫോണിൽ തന്നെ ഇൻബിൽട്ടായിട്ട് അവിടെ ഉണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാമെന്നുള്ളത്. അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് ഒരു ദിവസം, അതായത് 12 മണിക്കൂർ വരെ ഫോണ് യൂസ് ചെയ്തിട്ടുള്ള സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അതൊരു വലിയൊരു റിയലൈസേഷൻ ആയിരുന്നു. അപ്പോൾ നമുക്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്താണ് ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഓവർകം ചെയ്യണം. ഫോണ് ഒരുപാട് തവണ ഈ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മാറ്റി വെച്ചൊക്കെ നോക്കി, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി ആ പരിപാടിയൊന്നും നടക്കില്ല. അങ്ങനെ ഞാൻ കുറേ ഗൂഗിളും ഒക്കെ യൂട്യൂബ് നോക്കിയൊക്കെ ചെയ്ത് എങ്ങനെയാണ് ഇതൊന്നും മറികടക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ ഞാൻ കാര്യമായിട്ട് അങ്ങനെ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ അല്ലാതെ എങ്ങനെ ഇത് ഓവർകം ചെയ്യാന്നുള്ള വീഡിയോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആദ്യം ഞാൻ ചെയ്തൊരു കാര്യം, ഞാൻ എന്തിനൊക്കെയാണ് ഫോൺ എടുക്കുന്നത് എന്നുള്ളത് നോക്കി എന്നുള്ളതാണ് ആദ്യം ചെയ്തൊരു കാര്യം. അപ്പോൾ നോക്കുന്ന സമയത്ത് കലണ്ടർ നോക്കാനും ടൈം നോക്കാനും ഒക്കെ ഞാൻ ഫോൺ തന്നെയാണ് യൂസ് ചെയ്യണത്. അപ്പം നമ്മളിങ്ങനെ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സമയം നോക്കുന്നു. അപ്പോൾ ആ സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ നോക്കുന്നു, പിന്നെ അങ്ങ് ഫോണിൽ. അപ്പം എന്തൊക്കെ കാര്യങ്ങൾക്ക് എനിക്കത് റീപ്ലേസ് ചെയ്യാമെന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ പണ്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നൊരു ചെറിയ ക്ലോക്ക് ഉണ്ടല്ലോ, അതായത് നമ്മൾ അലാറമൊക്കെ അടിക്കുന്നത്. അപ്പോൾ ആ ഒരു സാധനം മേടിച്ചു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ സമയവും അവിടെ കാണാൻ പറ്റും. അതുപോലെ രാവിലെ അലാം വെച്ചിട്ട് നമുക്ക് ഫോൺ വെച്ച് എഴുന്നേക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സാധാരണഗതിയിൽ ഈ ഫോൺ യൂസേജ് കൂടിയ സമയത്ത് രാവിലെ അലാം ഓഫാക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് പോലും എന്ത് ചെയ്യും, പിന്നെ അത് അലാം ഓഫ് ചെയ്തിട്ട് ഫോൺ നോക്കിയിരുന്നു. അപ്പം ഈ ഒരു പ്രശ്നം മാറി. അപ്പം ഈ ഫോൺ വെച്ച സമയത്ത് സമയം ഇതിൽ നോക്കാം, അലാം ഇതിൽ വെക്കുക. അതുപോലെ തന്നെ രണ്ടാമത് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ കലണ്ടർ, അതായത് ഒരു ഫിസിക്കലായിട്ടുള്ളൊരു കലണ്ടർ നമ്മുടെ റൂമിൽ യൂസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഡേറ്റ് കാര്യങ്ങൾ നോക്കേണ്ട സമയത്തും എന്തെങ്കിലും ഡേറ്റ് നോക്കിയിട്ട് എഴുതേണ്ട സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കലണ്ടർ തന്നെ എഴുതും. അപ്പം നമുക്ക് പിന്നീട് എന്തെങ്കിലും കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ട സമയത്തും ഫോൺ എടുക്കണ്ട, ആ കലണ്ടർ നോക്കിയാൽ മതി.
പിന്നെ നിങ്ങളിപ്പം സ്റ്റോപ്പ് വാച്ചൊക്കെ പഠിക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് വാച്ചും വാങ്ങിക്കാൻ കിട്ടും, അത് ഉപയോഗിക്കാം. എനിക്കതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് വാങ്ങിച്ചിട്ടില്ല. രണ്ടാമത് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഷോർട്സ് കാണുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി എന്നുള്ളതാണ്. അതായത് നമുക്ക് ഒരു ഉപയോഗവും ഇല്ലാതാനും എന്നാൽ ഭയങ്കര ദോഷം ഉണ്ടാക്കുന്നതായിട്ടുള്ള കാര്യമാണ് ഈ ഷോർട്സ് എന്ന് പറയുന്നത്, യൂട്യൂബിൽ തന്നെയുള്ള. അപ്പം ഈ ഒരു ഷോർട്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി. ആ ഷോർട്സ് എന്ന് പ്രത്യേകിച്ച് ഒരു ഇൻഫർമേഷൻസും നമുക്ക് കിട്ടാനില്ല. ഇനി അത്ര കിട്ടുന്ന നല്ല ഇൻഫർമേഷൻ ഉണ്ടായാൽ പൊക്കോട്ടെ, സാരമില്ല. എന്നിട്ട് ലോങ് വീഡിയോസ് കാണാൻ തുടങ്ങി. എന്ത് കാണുകയാണെന്നുണ്ടെങ്കിലും ലോങ് വീഡിയോസ്. അത് തന്നെ ലോങ് വീഡിയോസ് ഓൺലൈനിൽ കാണുന്നത് വളരെ കുറച്ചിട്ട് ഡൗൺലോഡ് ചെയ്ത് കാണാൻ തുടങ്ങി. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫോൺ എടുക്കുന്നു, എനിക്ക് എന്തെങ്കിലും ഒരു വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണാതെ ഞാനത് ഡൗൺലോഡ് ചെയ്ത് വെക്കും, എന്നിട്ട് കാണും. കാരണം ഓൺലൈനായിട്ട് കാണുന്ന സമയത്ത് നമുക്കുള്ളൊരു പ്രശ്നം, ഒന്ന് നമ്മൾ വീഡിയോ മൊത്തമായിട്ട് കാണാറില്ല, നമ്മൾ ആ വീഡിയോൻ്റെ താഴത്തുള്ള കമൻസ് വായിക്കും. അതോടൊപ്പം തന്നെ ഒരു വീഡിയോ കാണുന്ന സമയത്ത് തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് സൈഡിൽ കിടക്കുന്നുണ്ടാവും, അപ്പം നമ്മൾ അത് കാണും. അപ്പം എപ്പോഴും നമ്മൾ ഈവൻ സ്ക്രീന് ബിഗ് ആക്കാറ് പോലും ഇല്ല, നമ്മൾ ആ മിനിമൈസ് ചെയ്തിട്ട് തന്നെയാണ് കാണാറുള്ളത്. അപ്പോഴാണ് ഈ സൈഡിൽ വരുന്നത്. അപ്പം ഫോണിൽ ഇനി അഥവാ ഓൺലൈനായിട്ടാണ് കാണുന്നെങ്കിൽ പോലും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ സൈസ് വലുതാക്കിയിട്ട് കാണും. അപ്പോൾ സൈഡിൽ നമുക്ക് കമൻസ് വായിക്കാനും അതുപോലെ തന്നെ ഈ സൈഡിൽ വീഡിയോസ് വരില്ലല്ലോ, അങ്ങനെ ചെയ്യാൻ തുടങ്ങി. പിന്നെ നമുക്ക് എന്തെങ്കിലും അക്കാദമിക്കായിട്ട് നമുക്ക് ആവശ്യമുള്ള ക്ലാസ്സസും ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഞാൻ ഡിസൈഡ് ചെയ്യും എനിക്ക് പിറ്റേന്ന് എന്തൊക്കെ ടോപ്പിക്സാണ് വീഡിയോസ് കാണാനുള്ളത് എന്ന്. എന്നിട്ട് ഫോൺ എടുത്തിട്ട് ആ ഒരു ടോപ്പിക് അടിച്ചിട്ട്, അപ്പോൾ നമുക്ക് ആ ടോപ്പിക്കിൽ ഒരുപാട് വീഡിയോ വരും. അപ്പോൾ അതിൽ 1-2 വീഡിയോസ് ഞാൻ ഓടിച്ചിട്ട് നോക്കും. അതിലെനിക്ക് ബെറ്റർ ആയിട്ടുള്ള കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കമൻസും ചെക്ക് ചെയ്ത് നോക്കും. എന്നിട്ട് ഈ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് പിന്നീട് ഞാൻ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആ ഒരു കാര്യം അറിയേണ്ട സമയത്തോ ഈ ഡൗൺലോഡ് ചെയ്ത വീഡിയോ മാത്രമേ കാണുള്ളൂ, അല്ലാതെ ഓൺലൈൻ വീഡിയോസ് കാണില്ല. അപ്പം ഈ പഠിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് എന്ത് കാണുകയാണെന്നുണ്ടെങ്കിലും ഈ വീഡിയോസ് കാണുമ്പോൾ ഡൗൺലോഡ് ചെയ്ത് കാണുക എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു അബദ്ധമാണ്, നമ്മൾക്കൊരു ടോപ്പിക്ക് പഠിക്കാനുണ്ട്, നമ്മൾ എന്ത് ചെയ്യും, ഒരു വീഡിയോ കാണും. അപ്പോൾ നമുക്ക് കുറച്ച് കാണുമ്പോൾ തോന്നും ഇതിനേക്കാൾ ബെറ്റർ അടുത്ത വീഡിയോ ആയിരിക്കും, ഇതിനേക്കാൾ ബെറ്റർ അതിൻ്റെ അടുത്ത വീഡിയോ ആയിരിക്കും. അവസാനം ഒരു ടോപ്പിക്കിൽ തന്നെ ഒരു 2-3 പോയിന്റ് അല്ലാതെ നമുക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം നമ്മളിങ്ങനെ മാറി മാറി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാണുന്ന സമയത്തും ഡൗൺലോഡ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. നിങ്ങളിനി കോഴ്സ് പർച്ചേസ് ചെയ്ത ആൾക്കാരാണെങ്കിലും അതിലും ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നൊരു പ്രശ്നം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, പലപ്പോഴും എന്തെങ്കിലും പഠിക്കുന്ന സമയത്തോ വായിക്കുന്ന സമയത്തോ ഒക്കെ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു പ്രസിഡൻറ്റിനെ കുറിച്ചിട്ട് വായിക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ സമയത്ത് അവിടെ പോയിൻ്റായിട്ട് ഉണ്ടാവുക, ഇപ്പം പ്രസിഡൻറ്റിന് ഇംപീച്ച്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗം ഡിഫെൻഡ് ചെയ്യാമെന്നുണ്ട്. അപ്പം ആരായിരിക്കും അദ്ദേഹത്തിന് വേണ്ടി ഡിഫെൻഡ് ചെയ്യുക? ചിലപ്പോൾ ആ ബുക്കിൽ അത് ഉണ്ടാവില്ല. അപ്പോൾ എനിക്കത് ഓഫ് കോഴ്സ് അത് ഗൂഗിളിൽ പോയി നോക്കേണ്ടി വരും, എങ്ങനെയാണ് അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം താഴത്ത് കുറേ ന്യൂസ് ഉണ്ടാവും. പലപ്പോഴും നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പലപ്പോഴും ഈ എൻ്റർടൈനിങ് ന്യൂസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. നമ്മൾ ഒന്ന് കണ്ട് പോകും. നമ്മളെന്നല്ല, ഞാനിത് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ന്യൂസായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ കാര്യം അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ പോകും. അപ്പോൾ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും പുതിയ കാര്യം കിട്ടുക, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഗൂഗിളിൽ പോകും. അങ്ങനെ അവസാനം പ്രസിഡന്റിനെ നോക്കാൻ വന്ന് ഒരു 2-3 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിന്ന് അവസാനം പഠിത്തം അവിടെ നിന്ന് ഞാൻ എന്തിനാ ഫോൺ എടുത്തതെന്ന് മറന്നു പോകും. അപ്പം നമുക്കൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോൺ അഡിക്ഷൻ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്തൊരു കാര്യം, ഞാൻ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വായിക്കുന്ന സമയത്ത് ഡൗട്ട്സ് ഉണ്ടാവുന്നൊക്കെ ഒരു സൈഡിലൊരു പേപ്പർ വെച്ചിട്ട് അവിടെ എഴുതി വെക്കും. വായിക്കുന്ന സമയത്ത് എന്തൊക്കെ ഡൗട്ട്, എത്ര മൈന്യൂട്ടായിട്ടുള്ള ഡൗട്ട്സ്, അതായത് എനിക്ക് നോക്കണം, ഫോൺ ചെക്ക് ചെയ്ത് നോക്കണം തോന്നുന്ന ഡൗട്ട്സൊക്കെ അവിടെ എഴുതി വെക്കും. എന്നിട്ട് ഈ ഒരു ഭാഗമൊക്കെ മൊത്തം വായിച്ച് കഴിഞ്ഞിട്ട് ഗൂഗിൾ ചെയ്യും. അപ്പോൾ എന്ന് പറയുന്നൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ഓരോന്നിനായിട്ട് നോക്കുമ്പോൾ നമ്മൾ ആ ഡിസ്ട്രാക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാം കൂടെ ഒന്നിച്ച് നോക്കുന്നു. അപ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല, നമുക്കറിയാം ഇത് നോക്കാനാണ് വന്നത്, നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് നോക്കി അപ്പം തന്നെ അവിടെ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ പലപ്പോഴും ഈ വാട്സപ്പ് അല്ലെങ്കിൽ ടെലഗ്രാമൊക്കെ നമ്മളിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ആരും മെസ്സേജ് അയക്കാനുണ്ടാവില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും അവിടെ ഉണ്ടാവില്ല. എന്നാലും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ചെക്ക് ചെയ്യും. അപ്പോൾ ഒരു മെസ്സേജ് വരുന്നു, അതിന് റിപ്ലൈ ചെയ്യുന്നു, ഇങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവാം. അപ്പം ഇതിന് പകരം ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഫോണ് വാട്സപ്പ് ആണെങ്കിലും ടെലഗ്രാം ഒക്കെ ആണെന്നുണ്ടെങ്കിലും എപ്പോഴും ചെക്ക് ചെയ്യും. എപ്പോഴും അതിന് വരുന്ന റിപ്ലൈ കൊടുക്കുന്നതിന് പകരം ഒരു സമയം നിശ്ചയിച്ചിട്ട്
അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ കൃത്യമായിട്ടൊരു സമയം എന്നല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ രാവിലെ ഫോൺ തുറന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പം നോക്കും, ചെക്ക് ചെയ്യും. ആ സമയത്ത് എൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ റിപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ വൈകുന്നേരം എങ്ങാനായിരിക്കും നോക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ഒരു സമയത്ത് നോക്കുന്നുണ്ടാവും. ആ സമയത്ത് വന്ന മെസ്സേജസിന് റിപ്ലൈ ചെയ്യും. അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും റിപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് സമയത്ത് ഒന്നിച്ച് ചെയ്യുക, അതായത് അറ്റ് എ ടൈം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഫോണിൽ ഇതിനൊക്കെ മ്യൂട്ട് ചെയ്ത് വെക്കാം, നമുക്ക് സ്റ്റാറ്റസ് മ്യൂട്ട് ചെയ്ത് വെക്കാം. അതുപോലെ നമ്മുടെ മെസ്സേജസ് പിന്നെ വരുന്നത് നോട്ടിഫിക്കേഷൻ മ്യൂട്ട് ചെയ്ത് വെക്കാം. അപ്പം നമുക്ക് ഫോണിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ കാണില്ല, നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കാണുള്ളൂ. അപ്പോൾ അതൊരു നല്ല മെത്തേഡാണ്. അപ്പം നിങ്ങളിങ്ങനെ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളാണെങ്കിലും വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം വരുന്ന സമയത്ത് നമ്മൾ മെസ്സേജ് അയക്കാറില്ല. നമുക്ക് ഒരാളടുത്തു നിന്ന് റെസ്പോൺസ് വേണമെങ്കിൽ നമ്മൾ വിളിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു പൈസയ്ക്ക് ആവശ്യം വന്നു, നമ്മൾ മെസ്സേജ് അയക്കുന്നതും കാത്തിരിക്കില്ല. അതായത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പുറത്തൊരു സ്ഥലത്ത് പെട്ടുപോയി, നമുക്ക് പെട്ടെന്ന് പൈസ വേണം അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ട് നമുക്ക് ആ ഫ്രണ്ട് നമ്മുടെ അടുത്തേക്ക് വരണം, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും നമ്മളെ അടുത്തേക്ക് വരണം, നമ്മളവിടെ മെസ്സേജും അയച്ച് അവരെപ്പോഴെങ്കിലും കാണുന്നത് കാത്തിരിക്കൂ? ഇല്ല, നമ്മൾ വിളിക്കും അല്ലേ? അതുപോലെ തന്നെയാണ് ബാക്കിയുള്ളവരും. വളരെ അർജൻറ്റായിട്ട് അവർക്ക് നമ്മളടുത്ത് റെസ്പോൺസ് വേണമെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ വിളിക്കും, മെസ്സേജ് അയക്കും. അപ്പോൾ നമ്മളൊരു സെക്കൻഡറി ആയിട്ട് നമുക്ക് ആവശ്യമുണ്ട് എന്നാൽ നമുക്കത് മെല്ലെ കിട്ടിയാൽ മതി എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ആളുകൾക്ക് മെസ്സേജ് അയക്കാറുള്ളത്. അല്ലെങ്കിൽ എല്ലാവരും വെറുതെ ഇരിക്കുമ്പോൾ, അവർ ബോറടിക്കുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ടാവും, എന്തെങ്കിലും അയക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിനൊന്നും നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അതെന്ത് ചെയ്താൽ മതി, നമുക്ക് അത്യാവശ്യമുള്ള ആൾക്കാർ നമ്മളെ വിളിക്കും, അതിന് കോൾ എടുക്കുക, മറുപടി പറയുക. അപ്പോൾ ഈ മെസ്സേജസ് ഒക്കെ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒന്ന് സമയമെടുത്ത് അതാത് സമയത്ത് നമ്മളെപ്പോൾ ഒരു ദിവസം ഒരു 3-4 തവണയൊക്കെ നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അതും ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഇത്രയധികം ഫോണിന് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരാവുന്ന സമയത്ത് നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നമ്മൾ എടുത്തു പോകും. അപ്പം അതെടുക്കുക. അപ്പം അങ്ങനെ ഒന്നിച്ചിട്ടൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്യാനും ഒക്കെ നോക്കുക, ഓരോരോ മെസ്സേജിന് റിപ്ലൈ ചെയ്യുന്നതിന് പകരം. അതുപോലെ മെസ്സേജിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കോൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, കോൾ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിന് വിളിക്കാനുള്ളതാണ്. പലപ്പോഴും നമ്മൾ സംസാരിച്ച് പലരും പല ആവശ്യത്തിന് പുറത്തായിരിക്കും നമ്മൾ വിളിക്കുന്നുണ്ട്. അത്യാവശ്യത്തിന് വിളിക്കുന്നതൊക്കെ, അതല്ലാതെ ചിലപ്പോൾ ആളുകൾ വേറെ എവിടെയെങ്കിലും ബോറടിച്ചൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ പണി ഒഴിവാക്കി അവരുടെ കഥയും കേട്ട് ഒക്കെ ഇരിക്കും. അപ്പോൾ അതിന് പകരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വിളിക്കുമ്പോൾ നമുക്കറിയാം ഇതൊരു ആവശ്യമുള്ള കോളാണോ, അല്ലെങ്കിൽ ഈ ഒരു സംസാരത്തിൽ നമുക്ക് എന്തെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമുണ്ടോ. അതായത് ബെനിഫിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം വല്ലവരുടെ പറ്റിയിട്ടായിരിക്കാം, ഗോസിപ്പിങ്, ഇങ്ങനത്തെ ഒന്നും നമ്മൾ എൻ്റർടൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ റെസ്പോൺസ് കുറയുന്ന സമയത്ത് അവരും നമ്മൾ അങ്ങനെ അത്തരത്തിലുള്ളൊരു ഫ്രീക്വൻ്റ് ആയിട്ട് അങ്ങനത്തെ കോൾ ചെയ്യുന്നത് കുറയ്ക്കും. പിന്നെ ഇത് ഇപ്പോൾ വെറുതെ ഇപ്പോൾ നമ്മൾ പഠിച്ചോ എന്നൊക്കെ അറിയാൻ ചെക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതായത് പിന്നെ നമ്മൾ പഠിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനമാവുന്നൊക്കെ ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനത്തെ ഒന്നും കോൾ എന്ത് ചെയ്യണ്ട, എൻ്റർടൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്ര അത്യാവശ്യമായിട്ട് കോളൊന്നും വരാൻ സാധ്യതയില്ല എന്നുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഡു നോട്ട് ഡിസ്റ്റർബ് ഓൺ ആക്കിയിടാം. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, കോള് വരില്ല. പിന്നെ നിങ്ങൾ ഫോൺ എടുത്തു വെക്കുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ കോൾ ലിസ്റ്റിൽ പിന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രയോറിറ്റി ഡിസൈഡ് ചെയ്യാം. അപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സമയം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. ഫോണെന്ന് പറയുന്നതും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. അതല്ലാതെ ഫോണിനനുസരിച്ച് നമ്മൾ ജീവിക്കല്ല ചെയ്യുന്നത്. പല സമയത്തും നമ്മൾ അങ്ങനെയാണ് ജീവിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെ ജീവിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പല സമയത്തും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും, നമ്മളൊന്ന് നോക്കി അങ്ങനെ ഇരുന്ന് പോകാറുണ്ട്. എന്നാൽ പോലും ബെറ്ററാണ്, കുറേ ബെറ്ററാണ്, മുമ്പത്തേക്കാളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവെയറാണ്, ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട്. അതുപോലെ എവിടെയൊക്കെയോ ഇരുന്ന ആൾക്കാർ എന്തൊക്കെയോ പറയുന്നു, ഇതൊക്കെ നമ്മൾ പോയി കാണുന്നു. എവിടേക്കോ ആരുടെയൊക്കെയോ വീട്ടിലും ജീവിതത്തിലും എന്തൊക്കെയോ സംഭവിക്കുന്നു, ഇതെല്ലാം നമ്മൾ കാണുന്നു. ഇതിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മുടെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മെമ്മറി കൂടുതലായിരുന്നു. നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലായി. ഇപ്പോൾ കുറച്ചും കൂടെ കുറവാണ്. കാരണം എന്താ, നമ്മൾ ഓരോ ദിവസവും അത്രയ്ക്കധികം ഇൻഫർമേഷനാണ് നമ്മളെ ബ്രെയിനിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ, എവിടേക്കോ നടന്ന എന്തൊക്കെയോ കാര്യങ്ങൾ, ആരുടെയൊക്കെയോ ജീവിതത്തിൽ ആരൊക്കെയോ പറ്റിയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യാണ്. മുമ്പൊക്കെ നമ്മുടെ ചുറ്റുപാടുള്ള നമ്മളെ വളരെ അടുത്ത ആൾക്കാരെ പറ്റി കാര്യങ്ങളെ നമുക്കറിയുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. അപ്പോൾ വാട്സപ്പ് എടുത്തു കഴിഞ്ഞ് നമ്മളൊന്ന് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊന്നും അറിയാത്ത ആളുകളെയൊക്കെ നമ്മൾ കാണുന്നു, അവരെ ലൈഫൊക്കെ കാണുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ബ്രെയിനിലോട്ട് എടുക്കുന്ന സാധനങ്ങൾ നമ്മൾ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്.
ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരു എഫേർട്ട് എടുത്തിട്ട് ഈ ഒരു ഫോൺ അഡിക്ഷൻ മാറ്റാൻ ശ്രമിക്കുകയും നമ്മുടെ സമയം നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുക. താങ്ക് യു.